ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ ഗ്ലാമർ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ നിലവിൽ വണ്ടി ഓടിയേക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 64,384 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്നവർക്ക് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. പിന്നെ എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ഓയിൽ ലീക്ക് ഉണ്ട്, എഞ്ചിൻ സൗണ്ട് വ്യത്യാസം പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എത്രയാണ് മെയിനായിട്ട് ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്നവർക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനറാണ്, അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, പുതിയ ലൈനർ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക. അതേപോലെ ബാക്ക് വീലിൻ്റെ റബ്ബറാണത്, ഡാമ്പർ റബ്ബർ. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, അത് നമുക്കങ്ങനെ റീസെറ്റ് ചെയ്യാം. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഹബ്ബ് ആയാലും വീൽ ബെയറിംഗ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ചെയിൻ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ അതിൻ്റെ എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം പൊടി കയറി മാറ്റേണ്ട ഒരു ടൈമിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റിയിടണം. എൻജിൻ ഓയിലും മാറണം. ഓയിലൊരു അല്പം ലെവൽ കുറവുണ്ട്, അത് നമുക്ക് അത്യാവശ്യം ഇവിടെ ലീക്കേജ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരാം. ഞാനത് തൽക്കാലം അഴിച്ചിട്ട് എൻ്റെ ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റൊക്കെ ഗമ്മിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലീക്ക് വരില്ല എന്ന് വേണം വിചാരിക്കാൻ. ഇതിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ സാധനം നമുക്ക് ഐറ്റം ഓർഡർ കൊടുത്തോ നിലവിൽ കിട്ടാനില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വണ്ടി എണ്ണത്തിൽ കുറവായതുകൊണ്ട് തന്നെ ആരും സ്റ്റോക്ക് വയ്ക്കുന്നില്ല, ഓർഡർ കൊടുത്താലും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ടെൻഷനറിൻ്റെ ചെറിയൊരു സൗണ്ട് വ്യത്യാസം എഞ്ചിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് എഞ്ചിൻ നോർമൽ സൗണ്ടിൽ ഒരു കാരണവശാലും കിട്ടില്ല. ഇനി അങ്ങോട്ടേക്ക് പഴക്കം വന്നതിനനുസരിച്ച് സൗണ്ട് കൂടും. കൂടുതലായിട്ട് സൗണ്ട് കാര്യമായിട്ടുള്ള രീതിയിലേക്ക് സൗണ്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് അതിൻ്റെ ക്യാംജിനെ അഴിച്ച് മാറ്റിയിട്ടാൽ മതി. പരമാവധി ഉപയോഗിക്കുക, ഒരു രക്ഷയില്ലാണ്ടാകുമ്പോൾ അഴിച്ചാൽ മതി. ഇത് അഴിക്കാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അഴിച്ചാലും പാർട്സുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പുലിവാലാണ്. അപ്പോൾ അത് വല്ലാത്തൊരവസ്ഥയാണ്. നമുക്കത് നോക്കിയിട്ട് പരമാവധി യൂസ് ചെയ്തതിന് ശേഷമൊക്കെ ചെയ്താൽ മതി കേട്ടോ. പിന്നെ എഞ്ചിൻ ഓയിൽ പറഞ്ഞ രീതിയിൽ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കൊക്കെ നമ്മൾ അഴിക്കുക. നമ്മൾ ബാക്ക് വീൽ ഇപ്പോൾ അഴിച്ചാണ്. അതിനുശേഷം ഫ്രണ്ട് ബ്രേക്കും കൂടി അഴിച്ചിട്ട് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. സർവീസ് വാഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് കൊടുക്കണം. പക്ഷേ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പറയാനുള്ളത് പറഞ്ഞ് ഡിഗ്രീസറൊക്കെ അടിച്ച് ചെയ്യാൻ പറയാം. പക്ഷേ 100% ഇങ്ങനെയുള്ള കേസ് ചെയ്താലും കറക്റ്റായിട്ടുള്ള റിസൾട്ടൊന്നും കിട്ടാറില്ല. പരമാവധി പറഞ്ഞ് ചെയ്യിക്കാം. നമ്മൾ ചെയ്യണതല്ല, പുറമെ ചെയ്യണ വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു ഇതുപോലെ ഇരിക്കും. നമുക്ക് അതിൻ്റെ എത്രത്തോളം ക്ലിയർ ആകും എന്നുള്ള കേസിൽ കേട്ടോ. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കൊരു 6 മണി 6:30 ആവും കേട്ടോ വർക്ക് തീർന്നു വരുമ്പോഴത്തേക്കും. ചുരുങ്ങിയത് ഒരു 6:30 ആയാലാണ്. 6 മണിയാകുമ്പോഴത്തേക്കാണ് നമ്മുടെ വർക്ക് ഇവിടെ മെയിൻ്റനൻസ് വർക്ക് കഴിഞ്ഞ് ഇറങ്ങുള്ളൂ. അതിന് ശേഷം ഒന്ന് വാഷ് ചെയ്യാനുള്ള സമയം കിട്ടണം. അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആയതിന് ശേഷം കോൺടാക്റ്റ് ചെയ്തോളാം കേട്ടോ. ഇപ്പോൾ ഞാൻ അതിൻ്റെ എസ്റ്റിമേറ്റും വീഡിയോസ് ചെയ്തും വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ. ഓക്കെ.